ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ നമുക്ക് കേക്കിനൊരു കളർ കിട്ടാൻ വേണ്ടി ക്യാരമൽ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര എടുത്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാമേ. ഇത് നമ്മൾ തീ കുറച്ച് വെച്ചിരുന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കിയൊന്നും അന്നേരം കൊടുക്കണ്ട. ഈ കളർ ഇങ്ങനെ മാറി വരുമല്ലോ, ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഉച്ചയും കൂടെ ഒന്ന് മെൽറ്റ് ആകാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കളർ വേണമെങ്കിൽ കുറച്ചും കൂടെ നല്ലപോലെ കുറച്ച് സമയം കൂടെ വെച്ചിരിക്കണം. തീ കൂട്ടിയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ വെള്ളം ചൂടാക്കാൻ വേറെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മാറി നിന്ന് വേണം കേട്ടോ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുഖത്തോട്ടോ ദേഹത്തോടൊക്കെ തെറിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാറി നിന്നിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് വെച്ചാൽ നമുക്ക് തേനിൻ്റെയൊക്കെ അതേ കൂട്ട് ഒരു രീതിയിൽ വരണം. അപ്പോൾ നല്ലപോലെ തിളപ്പിച്ച ശേഷം ഓഫ് ചെയ്യുക. എന്നിട്ട് തണുക്കുമ്പോൾ അതൊന്നും കൂടെ നല്ല ഒരു നമ്മുടെ കറക്റ്റ് പരുവത്തിലെത്തും. അഥവാ നല്ല കട്ടിയായി പോകുന്നെങ്കിൽ ഇച്ചിരി അല്പം ചൂടുവെള്ളം കൂടെ അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ചൂടാക്കിയാൽ മതിയേ. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ ഗ്രാമ്പു പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/8 ടീസ്പൂൺ നട്ട്മഗ് നമ്മുടെ ജാതിക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ നേരത്തെ തന്നെ റമ്മിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മസാല ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് മാത്രമാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 200 ഗ്രാമാണ് ബട്ടർ എടുത്തിരിക്കുന്നത്. ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാൻ. അപ്പോൾ ഇതിന് പകരം എണ്ണ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ 1/4 കപ്പ് എണ്ണ എടുത്താൽ മതിയേ. ഇനി അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് 1/4 കപ്പാണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യമേ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബീറ്റർ ഒന്ന് ഓൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ പഞ്ചസാര ഉണ്ടല്ലോ, അപ്പോൾ ആ പഞ്ചസാരപ്പൊടി എല്ലായിടത്തും തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഈ സമയത്ത് നമുക്ക് സ്പീഡ് കൂട്ടിയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 3 മുട്ടയാണ് വേണ്ടുന്നത്. ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ 4 ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ 3 മുട്ടയാണ്. അത് ഒരുമിച്ച് ഇട്ട് കൊടുക്കത്തില്ല, ഇതിനകത്ത് ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വീതം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ബട്ടർ ചേർക്കുന്ന സമയത്ത് അതിനകത്തോട്ട് പിന്നെ മുട്ട ഇട്ട് കൊടുക്കുമ്പോൾ അത് പിരിഞ്ഞതായിട്ട് നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൈദ ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ, അത് ഒരുപാടൊന്നും ഇടേണ്ട, 1 ടീസ്പൂൺ വീതം ഓരോ പ്രാവശ്യം മുട്ട ഇടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ അതിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം പിരിഞ്ഞ കൂട്ട് തോന്നിയാലും ആ കേക്കിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചതാണേ. അപ്പോൾ ഇതിലേക്ക് 3 മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ. ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ നമുക്ക് മിക്സിയിലോ അല്ലാതെയൊക്കെ ഇങ്ങനെ നമ്മുടെ സാധാ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചൊക്കെ വേണമെങ്കിൽ ഇതേ കൂട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, ബീറ്ററില്ലാത്തവർക്ക്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനകത്ത് നമ്മൾ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 1 ടീസ്പൂണ്. ഇപ്പം നല്ലപോലെ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസും പിന്നെ ഇതിനകത്ത് ഓറഞ്ച് എസൻസ് ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഓറഞ്ച് മർമലേഡ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിന് പകരം മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടെങ്കിൽ അതായതും മതി. ഏത് ജാമായാലും ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ പ്ലം എസൻസ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്ന ക്യാരമൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ആ ക്യാരമൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്പീഡ് കൂട്ടിയൊന്നും ചെയ്യൽ, ചെറിയ സ്പീഡിലിട്ടിട്ട് തന്നെ നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിവിടെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, അത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. 2 കപ്പാണ്. ഇപ്പോൾ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് റിച്ച് ആയിട്ടുള്ളൊരു കേക്ക് ആയതുകൊണ്ട് 2 കപ്പാണ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് നല്ലപോലെ ഒന്ന് ആകാൻ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിരുന്ന മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. ഓവറായിട്ട് നമ്മളിങ്ങനെ ഒത്തിരി കുത്തി ഇളക്കി ചെയ്യല് കേട്ടോ. പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു കേക്ക് ടീന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട്. ഞാനിതിപ്പോൾ സ്റ്റൗ ടോപ്പിലാട്ടോ നമ്മൾ ഇഡലി പാത്രം വെച്ചിട്ട് അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചപ്പോൾ അതിനകത്ത് നട്ട്സ് ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു അല്പം നട്ട്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6.5-7 ഇഞ്ചൊക്കെ വരുന്ന ഒരു കേക്ക് ടീനാട്ടോ റെഡിയാക്കിയിരിക്കുന്നത്. ഇച്ചിരി വലിപ്പമുള്ളതാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഇച്ചിരി വലിപ്പത്തിൽ കിട്ടുകയും ചെയ്ത് ഒത്തിരി സമയം കൂടുതലെടുക്കുകയും ചെയ്യും, ഒത്തിരി ഹൈറ്റിൽ വരികയും ചെയ്യുന്നുണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5.5 ഇഞ്ചിൻ്റെയോ 6 ഇഞ്ചിൻ്റെയൊക്കെ 2 എണ്ണത്തിലായിട്ട് ചെയ്യുക, എളുപ്പം ചെയ്ത് കിട്ടുമേ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒത്തിരി ഹൈറ്റ് വരികയും ചെയ്ത് ഞാൻ മേളിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചിരുന്നതൊക്കെ ഉണ്ടല്ലോ, താന്നു പോവുകയും ചെയ്തു കേട്ടോ, ഒത്തിരി സമയമായപ്പോഴത്തേക്കത്. അപ്പോൾ ഇതിലിട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിത് ജസ്റ്റ് വെച്ച് കൊടുത്തു, പക്ഷേ ഇതെല്ലാം താന്നു പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലാസ്റ്റിലെ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഞാൻ റിങ് വെച്ചിട്ടുണ്ട്, അതിലേക്കാട്ടോ ആ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് 1 മണിക്കൂറും ഒരു 10 മിനിറ്റും കൂടെ എനിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും നമ്മുടെ സ്റ്റവിൻ്റെ തീയുടെ ഇതനുസരിച്ചിട്ട് ചിലപ്പോൾ സമയത്തിലൊക്കെ വ്യത്യാസം വരും. 1 മണിക്കൂറിൻ്റെ റെഡിയാവുന്നവർ കാണും, ചിലപ്പോൾ ഇതിൽ കൂടുതൽ, ഞാനിപ്പോൾ എടുത്തത് കൂടുതൽ സമയം എടുക്കുന്നവരൊക്കെ കാണുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ആ വെച്ചിരുന്ന എല്ലാം താന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളൊന്ന് കുത്തി നോക്കുകയാണ്, നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പതുക്കെ ഇതിൽ നിന്നത് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരല്പം റമ്മിൽ ഒന്ന് ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മൾ കേക്ക് ഒരുപാട് നാൾ കേടാകാതിരിക്കുകയും ചെയ്യും, നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും കേട്ടോ. വൈനായാലും മതി, ഇപ്പോൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കൊടുക്കേണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിപ്പം നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റിയപ്പോൾ തന്നെ ചൂടിൽ തന്നെ നമ്മളിത് തേച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഇത് തണുക്കുമ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്, നമ്മൾ ഇതിൽ നിന്ന് ജസ്റ്റ് ചെറിയ ചൂടുണ്ട്, ആ ചെറിയ ചൂടിൽ മാറ്റുന്നതായിരിക്കും എളുപ്പം ഇളക്കിയെടുക്കാനും പറ്റുന്നത്. ഇപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെ എളുപ്പം നമുക്കതിൽ നിന്ന് എടുക്കാനും പറ്റും കേട്ടോ. അടിയിലൊന്നും ഒട്ടിപ്പിടിക്കും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. എന്നിട്ട് സൈഡിലൊക്കെ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മളിനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാനിത് നമ്മുടെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അതിൽ പൊതിഞ്ഞ് ഫോയിൽ പേപ്പറും കൂടെ പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറഞ്ഞത് ഒരു 2 ദിവസമെങ്കിലും വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നത്. ഇപ്പം ഞാനൊരു 4 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്കിനി ഏത് സൈസിൽ വേണമെന്ന് വെച്ചാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. പിന്നെ ബട്ടർ വേണ്ടാത്തവർക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം, അങ്ങനെ അല്ലെങ്കിൽ ബട്ടർ ഓയിലൂടെ പപ്പാതിയായിട്ടൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം. ഇത് 1 കിലോയും ഒരു 150 ഗ്രാമും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ കണ്ടോ, നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്, നല്ലൊരു കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ.